ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് യു ടേൺ. സുപ്രീം കോടതിയിൽ നിലപാട് തിരുത്തും. ആചാരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെടും. CPM എക്കാലത്തും വിശ്വാസികൾക്കൊപ്പമെന്ന് MV ഗോവിന്ദൻ. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ SIT ഹൈക്കോടതിയിൽ. മൊബൈലിൽ നിന്നും തെളിവുകൾ കണ്ടെത്തി. പല ക്ഷേത്രങ്ങളിലും പൂജ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം ഉപയോഗിച്ച്. ശബ്ദ സന്ദേശങ്ങളുണ്ടെന്നും SIT. പാചകവാതകക്ഷാമം രൂക്ഷം. ഹോട്ടലുകളുടെ പ്രവർത്തനം താളം തെറ്റി. ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് GR അനിൽ. തിരുവനന്തപുരത്ത് നിന്നും ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി. രാജ്യവ്യാപക പ്രതിഷേധത്തിന് പ്രതിപക്ഷം. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമായി തുടരുന്നു. ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. ടെഹ്റാനിൽ സ്ഫോടനം. മുസ്തഫ ഖമനേയിക്ക് ഗുരുതര പരിക്കെന്ന റിപ്പോർട്ട്. അമേരിക്കൻ അവകാശവാദത്തെ തള്ളി ഇറാൻ. എബ്രഹാം ലിങ്കൺ കപ്പൽ ആക്രമിച്ചെന്ന് IRGC. ഇറാൻ കീഴടങ്ങലിന്റെ വക്കീലെന്ന് ഡൊണാൾഡ് ട്രംപ്. കെ സുധാകരനെ മെരുക്കാൻ ഹൈക്കമാൻഡ്. സുധാകരനുമായി സംസാരിച്ച് രാഹുൽ ഗാന്ധി. ചർച്ചകൾക്ക് മറ്റന്നാൾ വീണ്ടും ഡൽഹിക്ക്. കണ്ണൂർ തന്റെ ഹൃദയരക്തമെന്ന FB പോസ്റ്റ്. DCC ഓഫീസിന് മുന്നിൽ സുധാകരൻ അനുകൂല പോസ്റ്ററുകൾ. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം CPM അവസാനിപ്പിക്കുന്നു. 1.5 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തിയ ആളെ എന്തിന് അനുനയിപ്പിക്കണമെന്ന് MV ഗോവിന്ദൻ. സുധാകരൻ തീരുമാനം പുനരാലോചിക്കുന്നതാണ് നല്ലതെന്ന് MA ബേബി. താനിപ്പോഴും ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ഗോവിന്ദന്റെ പരിഹാസം. പാർട്ടി തളർന്നു പോകുന്ന പ്രശ്നമല്ലെന്ന് EP ജയരാജൻ. വീട്ടിൽ കൂടുതൽ CCTVകൾ സ്ഥാപിച്ച് സുധാകരൻ. നഴ്സുമാരുടെ സമരം പരിഹരിക്കാൻ ഹൈക്കോടതിയുടെ നീക്കം. ചൊവ്വാഴ്ച മധ്യസ്ഥ ചർച്ച. മധ്യസ്ഥനെ ഹൈക്കോടതി നിയോഗിക്കും. ചർച്ച പൂർത്തിയാവുന്നതുവരെ സമരം പാടില്ലെന്ന് കോടതിയുടെ നിർദ്ദേശം. ആർത്തവ അവധി നിർബന്ധമാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. അവധി നിർബന്ധമാക്കുന്നത് സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ ബാധിക്കും. പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി.